സെൻസെക്സ്. ഇത് ഏറ്റവും സിമ്പിൾ ആക്കി പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞിരുന്നു. അത് ജസ്റ്റ് ഒന്നും കൂടി പറയാം, അപ്പൊ രണ്ടും ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു മാർക്കറ്റ് അസ്യൂം ചെയ്യുക, സാധനങ്ങൾ മേടിക്കുന്ന മാർക്കറ്റ്. ആ മാർക്കറ്റിന്റെ പേരാണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, അവിടെ കുറെ കടകളുണ്ട്, 2000-നും മുകളിൽ കടകളുണ്ട്. ആ കടകൾ എന്ന് വെച്ചാൽ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസ് ആണ്. അവര് കാർ വെക്കുന്നുണ്ടാവാം, ബാങ്കിങ് സർവീസ് ചെയ്യുന്നുണ്ടാവാം, സോപ്പും ചീപ്പും ബക്കറ്റും എല്ലാം വിൽക്കണ്ടാവും. പലതരം കമ്പനികൾ, അതായത് HDFC, ഇൻഫോസിസ്, റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ് എന്തോ ആവട്ടെ. ഓക്കെ, എല്ലാ ദിവസവും വൈകുന്നേരം മാർക്കറ്റ് ആകുമ്പോൾ ക്ലോസ് ചെയ്യുമല്ലോ. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മാർക്കറ്റിലെ ടോപ്പായിട്ടുള്ള 50 കമ്പനീസ് അവരുടെ പെർഫോമൻസിന്റെ ആവറേജ് എടുത്തിട്ട് ഇത്ര പോയിന്റ് എന്ന് ഒരു നമ്പർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ നമ്പർ എവിടെയെങ്കിലും എഴുതി വെക്കുകയാണെന്ന് വിചാരിക്കുക. ആ എഴുതി വെക്കുന്നത് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിലാണ്. നിഫ്റ്റി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, NSE + 50. NSE എന്ന് പറയുന്ന മാർക്കറ്റിലെ 50 കമ്പനീസിന്റെ പെർഫോമൻസിന്റെ ആവറേജ് അല്ലെങ്കിൽ ഷെയർ വാല്യൂവിന്റെ ആവറേജ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ അതൊരു മാർക്കറ്റാണെന്ന് മനസ്സിലായി. നമുക്ക് ഡെയിലി ആ മാർക്കറ്റിന്റെ പെർഫോമൻസ് ഈ ടോപ്പ് 50 കമ്പനീസിന്റെ പെർഫോമൻസിന്റെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന നമ്പറിൽ നിന്ന് മനസ്സിലാക്കാന്ന് മനസ്സിലായി. ഓക്കെ, നമ്പർ മുകളിലോട്ട് പോയാൽ കമ്പനികൾ നല്ലോണം പെർഫോം ചെയ്യുന്നു, താഴത്തേക്ക് വന്നാൽ കമ്പനികളുടെ പെർഫോമൻസ് കുറയുന്നു. സിമ്പിൾ. അപ്പോൾ അതാണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടുത്തെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി, അതായത് പെർഫോമൻസ് കാണുന്ന ഇൻഡെക്സ്, അതാണ് നിഫ്റ്റി. ഇനി ഇതുപോലെ തന്നെ വേറൊരു മാർക്കറ്റും കൂടി ഇമാജിൻ ചെയ്യാം. ആ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1875-ലാണ്, 1875 ബ്രിട്ടീഷുകാരുടെ സമയത്ത്. ഓക്കെ, ആ മാർക്കറ്റിന്റെ പേര് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ്, BSE. ഓക്കെ, സിമ്പിൾ അല്ലേ? ആദ്യം NSE കാര്യം പറഞ്ഞു, അത് 1992 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ BSE കാര്യം പറയുന്നു, പഴയൊരു മാർക്കറ്റ്, ഇപ്പോഴും റൺ ചെയ്യുന്ന പഴയ മാർക്കറ്റ്. ആദ്യത്തെ മാർക്കറ്റ് ഏഷ്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് മാർക്കറ്റ്, 1875 സ്റ്റാർട്ട് ചെയ്ത സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അപ്പോ ആ സമയത്തായതുകൊണ്ട് അന്ന് ലിസ്റ്റ് ചെയ്തേക്കുന്നത് സ്വാഭാവികമായിട്ടും റെയിൽവേ ഉണ്ടല്ലോ അപ്പോഴും, പിന്നെ കോട്ടൺ മിൽസ്, ബാങ്കിങ്, അന്നും ചെറിയ ബാങ്കുകൾ ഉണ്ടല്ലോ, ഇതൊക്കെയായിരുന്നു അന്ന് ലിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇതിന് ട്രാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആൾക്കാർ വന്നിട്ട് ഓരോ സ്റ്റോക്ക് എടുത്ത് നോക്കണമായിരുന്നു, അതായത് അന്നത്തെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട്. 1986 ആയപ്പോൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. NSE മാർക്കറ്റിൽ 50 കമ്പനീസിന് ട്രാക്ക് ചെയ്ത് പെർഫോമൻസ് അറിയാം എന്ന് പറഞ്ഞ പോലെ തന്നെ BSE 1986 തുടങ്ങി 30 കമ്പനീസിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അതേസമയം BSE 5000-ൽ പരം കമ്പനികൾ ഉണ്ടായിരുന്നു. പക്ഷെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയത് 1986 30 കമ്പനീസിനെ വെച്ചാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ട്രാക്ക് ചെയ്യുന്നത്. ആ ട്രാക്ക് ചെയ്ത് പെർഫോമൻസ് ഡെയിലി എഴുതി വെക്കുന്ന ഒരു ബുക്ക് ഇമാജിൻ ചെയ്യുക. നമ്മൾ നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞ പോലെ, അതാണ് സെൻസെക്സ്, അതായത് സെൻസിറ്റിവിറ്റി ഇൻഡെക്സ്. സിമ്പിൾ. ഇത്രയും സിമ്പിളാക്കി പറയാൻ എനിക്ക് അറിയുള്ളൂ. അപ്പൊ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്, 2 മാർക്കറ്റുകളാണ്, 2 ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. ഇത് 1875 സ്റ്റാർട്ട് ചെയ്തു, പഴയതാണ്, ഇന്നും റൺ ചെയ്യുന്നു. ഇനി NSE ആണെങ്കിൽ 1992 സ്റ്റാർട്ട് ചെയ്തു, പുതിയതാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്തിനാണ് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ഒന്നുപോലെ രണ്ടുള്ളത് നല്ലതാണ്. ഒന്ന്, NSE 1992 സ്റ്റാർട്ട് ചെയ്തത് നമുക്കറിയാം, അപ്പോഴാണ് കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് റെവല്യൂഷൻ ഒക്കെ വന്നത് അല്ലെ. ഇലക്ട്രോണിക് സൈഡിലേക്ക് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ മാറിയത് NSE വന്നപ്പോഴാണ് ഇന്ത്യയിൽ. കാരണം NSE ഒരു മോഡേൺ ചേഞ്ചിലേക്ക് മാറുന്ന ഒരു സ്റ്റേജിലാണ് വന്നേക്കുന്നത്, മറ്റേത് പഴയതായിരുന്നു. അപ്പൊ അതിന് മനസ്സിലാവാം കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷൻ ഉള്ളത് നല്ലതല്ലേ. ഇന്ന് എല്ലാം ഇലക്ട്രോണിക്കലി മാനേജ് ആണെന്ന് നമുക്കറിയാം, എന്നാലും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നമുക്കുണ്ട്. രണ്ടും ഡിഫറെന്റ് ആണ്, ഒന്നല്ല, ഒന്നൊന്നിന്റെ ഭാഗവുമല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, രണ്ടിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സെയിം കമ്പനീസ് ആയിരിക്കില്ലേന്ന്. അതെ, പല കമ്പനികളും ഓവർലാപ്പും ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പൊ ലുലു മാള് ഒന്ന് ആലോചിച്ച് നോക്കുക, ബിഗ് ബസാർ ഒന്ന് ആലോചിച്ച് നോക്കുക. 2 സ്ഥലത്തും സെയിം ബ്രാൻഡുകൾ സാധനങ്ങൾ വെക്കുന്നുണ്ട് അല്ലെ. എവിടെ പോയി മേടിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോഴും കോമ്പറ്റീഷൻ. ചിലപ്പോൾ ഒരു സ്ഥലത്ത് വില കുറവായിരിക്കാം, ഒരു സ്ഥലത്ത് കൂടുതലായിരിക്കാം. സോ അപ്പോഴും കോമ്പറ്റീഷൻ ആണ്. എക്കോണമിക്ക് നല്ലതാണ്, ഈ ബ്രാൻഡ്സിനും നല്ലതാണ്, ബയേഴ്സിനും നല്ലതാണ്, സെല്ലേഴ്സിനും നല്ലതാണ്. ഇത് ഇത്രയും സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിച്ചതാണ്. പറഞ്ഞു പറഞ്ഞ അവസാനം എനിക്ക് തന്നെ പല ഇറങ്ങണമല്ലേ, പക്ഷെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം.